ഖൈറാ. ഇവിടെ പിറ്റേ ദിവസം വീണ്ടും ചോദിച്ചു, പറഞ്ഞു രണ്ട് ദീനാറും കൊടുത്തു നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽആന ബറദത് അലൈഹി ജിൽദുഹു. അവന്റെ തോലിന്റെ ചൂട്, നരകത്തിന്റെ ചൂടിൽ നിന്നും അവൻ ഇപ്പോഴാണ് രക്ഷപ്പെട്ടത്. കടം സ്വത്തിട്ടുകൊണ്ട് മരിച്ചു പോവുകയാണെങ്കിൽ ആ കടം മക്കള് വീടണം. അവരുടെ സ്വത്ത് പങ്കുവെക്കുന്നതിന് മുമ്പ് ആ മക്കൾ സ്വത്ത് പങ്കുവെക്കുന്ന ബാബിൽ ഞങ്ങളെ പറയുമ്പോ പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. മക്കള് വീടിയില്ലെങ്കിലും വലിയ പണക്കാരൻ മരിച്ചു, ഒരാൾ കേൾക്കാം ഞാൻ കൊടുക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ തോലില് നരകത്തിന്റെ ചൂട്, ഇപ്പോഴാണ് അവൻ രക്ഷപ്പെട്ടത്. നരകത്തിന്റെ ചൂട് അറിയാമല്ലോ, ഖുർആൻ അല്ലാഹു തആല നരകത്തിനെ കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. നരകത്തിൽ അല്ലാഹു തോലിനെ ഓരോ പ്രാവശ്യം കരിയുമ്പോഴും തോല് തിരിച്ചു വരും. കാരണം ഈ തോലാണ് തൊട്ടാൽ അറിയുന്നത്, തോലിൽ കൂടിയാണ്. നരകത്തിൽ നരകവാസികളുടെ തോല് ഓരോ പ്രാവശ്യം കരിയുന്തോറും തിരിച്ചു വരും. 20 പ്രാവശ്യം, ഓരോ ദിവസവും 70 പ്രാവശ്യം തോല് തിരിച്ചു വരും. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ നിസ്കരിച്ച, ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളുകളെ അല്ലാഹു തആല നരകത്തിലേക്ക് പ്രവേശിക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും കുല്ലമാ നളിജത് ജുലൂദുഹും കുല്ലമാ യഹ്തറഖത് ജുലൂദുഹും. അവരുടെ തോലുകൾ എരിഞ്ഞു പോകുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, നമ്മൾ വേറെ തോലിട്ട് കൊടുക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ ദുആ ചെയ്യാ, പഠിച്ചോനെ ദുആ ചെയ്യൂ, അല്ലാഹുവേ നീ എവിടെ കേട്ടാലും നരകം അല്ലാഹുവെ കാത്തു രക്ഷിച്ചിട്ടെന്ന് പറയും. മലായികത്തുകൾ ആമീൻ ചൊല്ലുന്ന സന്ദർഭമുണ്ട്. ഭൂമിന്റെ നാക്കിന് ഭയങ്കര പവറുണ്ട്. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവനിക്ക് വേറെ തോല് കൊടുക്കും. ലിയദൂഖൽ അദാബ്, അദാബിനെ അവൻ അറിയുവാൻ വേണ്ടി അവന്റെ തോല് കരിയുന്തോറും വീണ്ടും വീണ്ടും നമ്മൾ തോലിട്ട് കൊടുക്കും. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. അല്ലാഹു തആല ഏറ്റവും വലിയ പ്രതാപശാലി, അവനെക്കാളും വലിയവനില്ല. ഹക്കീമ, ഏത് എവിടെ ചെയ്യണമെന്ന് അല്ലാഹുവിന് അറിയും, അങ്ങനത്തെ അൽമുള്ളവൻ. എന്നിട്ട് അല്ലാഹ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറയും. എവിടെ നരകത്തെ കുറിച്ച് പറഞ്ഞാലും അല്ലാഹ് സ്വർഗത്തെ കുറിച്ച് പറയും. കാരണം മുഅ്മിനീങ്ങൾ കേൾക്കുമ്പോൾ സങ്കടപ്പെടും. എവിടെ നരകത്തെ കുറിച്ച് പറഞ്ഞാലും അല്ലാഹ് സ്വർഗത്തെ കുറിച്ച് പറയും. അടുത്ത ആയത്തിൽ അല്ലാഹു തആല സ്വർഗത്തെ കുറിച്ച് വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും, സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴെ കൂടി അരുവികളോടുന്ന സ്വർഗത്തിലേക്ക് അവരെ നമ്മൾ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ എന്നേക്കും മരണമില്ലാത്ത ജീവിതം. സ്വർഗത്തിൽ മരണമില്ല, സ്വർഗത്തിൽ ഉറക്കമില്ല, മരണമില്ലാത്ത ജീവിതം ഭാര്യമാര് അവർ ജീവിക്കും. ലഹും ഫീഹാ സുവാജും മുതഹറ, അഴുക്കുകളില്ലാത്ത ഭാര്യമാര്, കുളിഫറലാവാത്ത ഭാര്യമാര്, ഒരഴുക്കുകളുമില്ലാത്ത ഭാര്യമാരെ അള്ളാഹു കൊടുക്കും. എന്താണ് ഭാര്യമാരെ പറയാൻ? ഒരു മൂമിന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ നിഅമത്താണല്ലോ അവന്റെ ഭാര്യ. അള്ളാഹു തന്ന നിഅമത്താണ് അവള്. അതല്ലേ ഹദീസ് നിസ്കരിക്കുമ്പോ മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹതൻ ഫഖദ് ആലഹുല്ലാഹു, വിവാഹം കഴിച്ചവന് പകുതി ദീന് കിട്ടിയത്. വിവാഹം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ബോഡിലി എൻജോയിങ്. ഏറ്റവും വലിയ ഐശ്വര്യമല്ലേ ഭാര്യ? ഏറ്റവും വലിയ നിഅമത്തല്ലേ ഭാര്യ? അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ പോലും അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാരെ പറയുന്നത്. ഇവിടെ അല്ലാഹ് പറയുന്നു ലഹും ഫീഹാ അസ്വാജും
മുത്തഹറ, പരിശുദ്ധമായ ഭാര്യമാര്, പരിശുദ്ധമായ ഇണകള്, ഭാര്യാഭർത്തൃക്കളാണ് അവിടെ ഉള്ളത്. വനുദ്ഖിൽഹും ളില്ലൻ ളലീലാ, നരകത്തിലെറിയപ്പെടുന്ന ആളുകൾക്ക് ഓരോ പ്രാവശ്യവും തോല് കരിഞ്ഞു പോകുമ്പോ തോല് തിരിച്ചു കൊടുക്കുമ്പോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്നേക്കുമായിട്ട് ജീവിക്കും. അഴുക്കുകളില്ലാത്ത, കുളി ഫർളാവാത്ത ഭാര്യമാര് ഓരോ പ്രാവശ്യവും അവൻ ഭാര്യയോടടുക്കുമ്പോൾ അവളുടെ പൂർവസ്ഥിതി, അവളുടെ ബിക്കാറ, അവളുടെ കന്യക തിരിച്ചു വരുന്ന ഭാര്യമാര്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ പെണ്ണ് ഓരോ പ്രാവശ്യവും അവള് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. വനുദ്ഖിൽഹും ളില്ലൻ ളലീലാ, സ്വർഗത്തിന്റെ തണലിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ലശജറതൻ നസീറു റാക്ബി തുല്ലുഹാ മിയതാമിൻ, സ്വർഗത്തിൽ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ തണലിൽ 100 വർഷം യാത്ര ചെയ്താലും അവസാനിക്കാത്ത തണലുകളിലായിരിക്കും സ്വർഗവാസികൾ. അല്ലാഹുവേ അക്കൂട്ടത്തിൽ പെടുത്തി റഹ്മാനെ. ഖുർആൻ ഓതുമ്പോ ഏറ്റവും വലിയ സുന്നത്ത് ദുആ ചെയ്യൂ സഹോദരങ്ങളെ. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുന്നു. ഖുർആൻ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഓതുമ്പോ യഥാർത്ഥത്തിൽ സുന്നത്ത് നമസ്കാരത്തിൽ, രാത്രിയിലെ നമസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായ നമസ്കാരം, ഓരോ ആയത്തുകൾ വരുമ്പോഴും ആ ആയത്തിനനുസരിച്ച രീതിയിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നമസ്കാരം. നരകം വരുമ്പോ നരകത്തെ തൊട്ട് കാക്കി, സ്വർഗം വരുമ്പോ സ്വർഗത്തിന് എനിക്ക് താ. ഇപ്പൊ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് മരിച്ചു പോകുമ്പോ പാപ്പയെ ഇഷ്ടപ്പെടുന്ന മക്കൾ ഏലാം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യണം? വാപ്പ ആർക്ക് കൊടുക്കാനുണ്ട് എന്ന് അന്വേഷിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. റബ്ബ് തൗഫീഖിനെ തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഞങ്ങളെ പാവങ്ങളെ പൊറുത്തു താ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കുക റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കുക റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് നീ പൊരുത്തപ്പെടു റഹ്മാനെ. സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തു റഹ്മാനെ. ഈ രാജ്യത്തിലെ ചെറുപ്പക്കാരായ മക്കളെ നീ ഹിദായത്തുള്ള മക്കളാക്കി റഹ്മാനെ. എന്റെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക്, ആമീൻ ചൊല്ലുന്നവർക്ക് അല്ലാഹുവേ റഹ്മത്ത് ചെയ്യല്ലാ, ബർക്കത്ത് ചെയ്യല്ലാ, ആഫിയത്തിന് നൽകല്ലാ, ഹിദായത്തിന് നൽകല്ലാ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.